കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ. ഇൻട്രൊഡക്ഷൻ ടു ദി വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിലെ 7ാമത്തെ യൂണിറ്റാണ് സയനോര. സെക്കൻഡ് മൊഡ്യൂളിലെ 7ാമത്തെ യൂണിറ്റ്. സോ അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് വാസ് ദ നെയിം ഓഫ് ടോട്ടോ ചാൻസ് ന്യൂ സ്കൂൾ? പുതിയ സ്കൂളിൻ്റെ പേരെന്തായിരുന്നു? ടോട്ടോ ചാൻസ് ന്യൂ സ്കൂൾ വാസ് കോൾഡ് തോമോ ഗായ്ക്വൻ എലമെൻ്ററി സ്കൂൾ. എന്താണ്? തോമോ ഗായ്ക്വൻ എലമെൻ്ററി സ്കൂൾ. രണ്ടാമത്തത്, ഡിസ്കസ് ദ റീസൺ വൈ മിയോ ചാൻ ആൻഡ് ഹെർ സിസ്റ്റർ മിസ ചാൻ ഹാഡ് ടു ലീവ് ദെയർ ഹോം അറ്റ് നൈറ്റ്. രാത്രി മിയോ ചാനും അവരുടെ സഹോദരിയായിട്ടുള്ള മിസ ചാനും അവരുടെ വീട് വിട്ട് രാത്രി തന്നെ പോവേണ്ടി വരേണ്ട അവസ്ഥയുണ്ടാവാൻ കാരണം എന്താണ്? They had to leave their home because the Tomo school was burning down due to incendiary bombs, and they fled to nearby Tomo farm by the pond for safety. അവിടെ പ്രതീക്ഷിക്കാത്തുള്ള അല്ലെങ്കിൽ ഇൻസെൻഡറി ബോംസുമായിട്ടുള്ള അതിൻ്റെ പ്രശ്നം കാരണം അല്ലെങ്കിൽ അത് കാരണമായിട്ട് അവരുടെ സ്കൂൾ എന്തായി കത്തിയെരിഞ്ഞു, അല്ലെ ബേൺ ചെയ്തു, തീയിലായി. ആൻഡ് ദേ ഫ്ലഡ് ടു ദ നിയർ ബൈ തോമോ ഫാമിലേക്കാണ് പോയത്. അടുത്തുള്ള തോമോ ഫാമിലേക്ക് പോയി. ദ പോണ്ട് ഫോർ സേഫ്റ്റി, അവിടെ ഉള്ള പോണ്ടിലെ കുളത്തിലേക്ക് പോയി. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, തീയാണല്ലോ, അപ്പോൾ വെള്ളം നനഞ്ഞിരിക്കാനുള്ള ഓപ്ഷന് വേണ്ടിയിട്ട് പോണ്ടിൻ്റെ അടുത്തേക്ക് പോയി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇവാക്വേഷൻ? ഇവാക്വേഷനുള്ള കാരണം എന്തായിരുന്നു? ദ റീസൺ ഫോർ ഇവാക്വേഷൻ വാസ് ടു റിമൂവ് പീപ്പിൾ ഫ്രം ഡേഞ്ചറസ് area as the neighborhood was under attack and the school and surroundings area were being engulfed in flames due to bombings. അപ്പോൾ സ്കൂളും അതുപോലെ തന്നെ ചുറ്റുമുള്ള ഏരിയകളും പിന്നെ ബോംബിങ്സിന്റെ തീയാൽ വിഴുങ്ങപ്പെട്ട സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നൈബർഹുഡ്, അയൽവക്കത്തെ സ്ഥലങ്ങളിൽ എന്താണ്, അറ്റാക്ക് നടക്കുകയാണ്. യുദ്ധത്തിന്റെ പിന്നെ ഫൈറ്റ്സും അറ്റാക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവാക്വേഷൻ ആൾക്കാരെ ഡേഞ്ചറസ് ഏരിയയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ചൈൽഡ്ഹുഡ് നിക് നെയിം ഓഫ് തെച്ചുക്കോ കുറിയോനഗി? ചൈൽഡ്ഹുഡ് നെയിം ഓഫ് തെച്ചുക്കോ കുറിയോനഗി വാസ് ടോട്ടോ ചാൻ എന്നായിരുന്നു അവരുടെ ചെറുപ്പത്തിലെ പേര്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻ ടു പീപ്പിൾ ഓഫ് ജിയുഗോക്കയിലെ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? ദ ടെക്സ്റ്റ് മെൻഷൻ ദാറ്റ് മെഗുറോ ടോക്കിയോ നെയ്ബർഹുഡ് ഓഫ് ജിയുഗാവോക്ക വാസ് അഫക്റ്റഡ് ബൈ ദ വാർ ടൈം ഇവന്റ്സ്. ഈ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ കാരണത്താൽ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ആ ഒരു നാട് അത്തരം യുദ്ധപ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ പ്രശ്നകലുഷിതമായിരുന്നു. സ്പെസിഫിക്കലി ദ ഹെഡ് മാസ്റ്റർ മിസ്റ്റർ കൊബയാഷി സ്റ്റുഡ് ദെയർ ആൻഡ് വാച്ച് തോമോ ബേൺ ഡൗൺ ആൻഡ് ഫയർ ബ്ലേസ്ഡ് അപ്പ് ഓൾ ഓവർ ജിയോഗാവുക്കയിൽ എന്താണ് മൊത്തം തീ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് തോമോവ ഗൗക്കൻ എന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ കൊബയാഷി നോക്കി കാണുകയുണ്ടായിരുന്നു. ആൻഡ് ദ ഫയർ ബ്ലേസ്ഡ് ഓൾ ഓവർ ജിയോഗാക്ക ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഫയേഴ്സ് കോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഇൻ ഓൾ ദാറ്റ് ഏരിയ. അവിടെയുള്ള ഏരിയയിൽ മുഴുവൻ എന്ത് ചെയ്യുന്നു, തീ എന്നുള്ളത് ഭയങ്കര ഡിസ്ട്രക്ഷൻ, ഭയങ്കര തകർച്ചകൾക്ക് കാരണമായി എന്നുള്ളതാണ്. ഫോഴ്സിങ് റെസിഡൻസ് ആൻഡ് ഫാമിലീസ് ലൈക്ക് മിയോ ചാൻസ് ടു ഫ്രീ ഫോർ സേഫ്റ്റി. മിയോൻ ചാൻ്റെ ഫാമിലി അടക്കമുള്ള ഫാമിലികൾക്ക് അവിടെ നിന്ന് പിന്നെ സേഫ്റ്റി ലക്ഷ്യമാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ അതായിരുന്നു കാരണം. ഡിസ്കസ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ സയനോര. ടൈറ്റിൽ സയനോര ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് സയനോര മീൻസ് ഗുഡ് ബൈ. സയനോര എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻ്റ് ആണ്, പ്രധാനമുള്ളതാണ് അല്ലെങ്കിൽ സുപ്രധാനമാണ്. എന്തുകൊണ്ട്? കാരണം സയനോര എന്ന് വെച്ചാൽ ഗുഡ് ബൈ ആണ്. ആൻഡ് ദ റെപ്പിറ്റേഷൻ എംഫസിസ് എ പ്രൊഫൗണ്ട് പോസിബിൾ ഫൈനൽ ഫെയർവെൽ. അപ്പോൾ 2 തവണ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സയനോര എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഫൈനൽ ഫെയർവെൽ ആണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കാണിക്കാനാണ്. അവസാനം എന്നേക്കുമായിട്ടുള്ള ഒരു ഫെയർവെൽ. ഇറ്റ് റിപ്രസെന്റ് ടോട്ടോ ചാൻസ് ഫോഴ്സ്ഡ് ഫെയർവെൽ ടു ഹെർ ബിലവഡ് ടോമോ സ്കൂൾ. അവളുടെ ടോട്ടോ ചാൻ്റെ ഫോഴ്സ് ചെയ്തിട്ടുള്ള, അത് നിർബന്ധിപ്പിക്കപ്പെട്ട എന്താണ് ഒരു വിടപറച്ചിലാണ് ഇവിടെ. തോമോ സ്കൂളുമായിട്ടുള്ള നിർബന്ധിക്കപ്പെട്ട ഒരു വിടപറച്ചിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ കമ്പാഷനേറ്റ് ഹെഡ് മാസ്റ്റർ, തോമോ സ്കൂൾ മാത്രമല്ല അവിടെയുള്ള സ്നേഹമുള്ള ഹെഡ് മാസ്റ്റർ, അതേപോലെ തന്നെ സിമ്പിൾ, അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ചൈൽഡ്ഹുഡ്, അതായത് ഇത്തരം കാര്യങ്ങളുള്ള വിടപറച്ചിലാണ് അവിടെ നാം കാണുന്നത്. ആസ് ഷീ ലീവ്സ് ഓൺ ദ ക്രൗഡഡ് ഇവാക്വേഷൻ ട്രെയിൻ, അവിടെ ഭയങ്കര തിരക്കുള്ള ഇവാക്വേഷൻ ട്രെയിനിൽ അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോഴും മാർക്കിംഗ് ദ എൻഡ് ഓഫ് എ മേജർ ചാപ്റ്റർ ഇൻ ഹെർ ലൈഫ് ഡ്യൂ ടു ദ വാർ. അവര് യുദ്ധം കാരണത്താൽ അവരുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഘട്ടത്തിന്റെ പര്യവസാനം അവർക്ക് പിന്നെ അടയാളപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഈ സയനോര എന്ന ടൈറ്റിലിന്റെ പ്രാധാന്യം. Evaluate the difference between തോമോ ഗാക്കൻ ആൻഡ് കൺവെൻഷണൽ സ്കൂൾ. നമ്മൾ കൺവെൻഷനലായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗത പിന്നെ സ്കൂളും അതുപോലെ തന്നെ തോമോ ഗാക്കൻ സ്കൂൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തോമോ ഗാക്കൻ വാസ് an unconventional elementary school distinguished by the great love and belief the headmaster Mr. Kobayashi had in every child's potential, contrasting sharply with the conventional schools that expelled Toto Chan for being mischievous. ഇവിടെ ഇത് അൺകൺവെൻഷണൽ ആയിട്ടുള്ള പിന്നെ പ്രാഥമിക അല്ലെങ്കിൽ എലിമെന്ററി സ്കൂളാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ വളരെ സ്നേഹമുള്ള ഹെഡ് മാസ്റ്റർ ഉണ്ട്, മിസ്റ്റർ കൊബയാഷി. ആൾക്ക് എല്ലാ കുട്ടികളുടെ പൊട്ടൻഷ്യൽ നല്ല വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ
ഈ ഒരു കാരണമാണ് അവരെ എന്താണ്, അതുപോലെ തന്നെ എല്ലാ സ്കൂളും മിസ്റ്റീരിയസ് ആണ്, കുസൃതിയുള്ള ആളാണെന്ന് പറഞ്ഞ് ക്ലോട്ടോച്ചാനെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, എക്സ്പെൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ അവിടുത്തെ സ്കൂൾ അങ്ങനെയല്ല. ഇൻസ്റ്റെഡ് ഓഫ് റിജിഡ് ഡിസിപ്ലിൻ, തോമോ ഓഫേർഡ് ആൻ എൻവയോൺമെന്റ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ നർച്ചറിങ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ആൻഡ് ക്രിയേറ്റിംഗ് എ ഹാപ്പി നോൺ ട്രഡീഷണൽ ലേണിംഗ് സ്പേസ്. റിജിഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ലെ, ഭയങ്കര കുടുസായിട്ടുള്ള ഡിസിപ്ലിൻ പാലിക്കുക എന്നതിലുപരിയായിട്ട് തോമോ ഗൗക്കൻ എന്ന സ്കൂൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു എല്ലാവർക്കും ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള എൻവയോൺമെന്റ് ആയിരുന്നു ഫോക്കസ് ചെയ്ത് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോൺ ട്രഡീഷണൽ ലേണിംഗ് സ്പേസ് ആയിരുന്നു അത്. ഇനി ദ സെക്കൻഡ് വേൾഡ് വാർ ചേഞ്ച്